ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു വന്നിരുന്നു. അത്ര നല്ല ബ്രേക്ക്ഫാസ്റ്റ് അല്ലായിരുന്നു. എനിക്കൊന്ന് ഈ ബുഫേ ഉള്ള ബ്രേക്ക്ഫാസ്റ്റുകളെല്ലാം തന്നെ പ്രശ്നം ഇതാണ്, അത്ര ടേസ്റ്റി അല്ല. പെട്ടെന്ന് മടുക്കും നമ്മൾ കഴിച്ചതല്ലേ. അതുകൊണ്ട് ഞങ്ങൾ അധികം അങ്ങനെ ഒന്നും കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ്. ഇനിയിപ്പോൾ നാളെ രാവിലെ പുറത്തിറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ ഇപ്പം തന്നെ ഡിസൈഡ് ചെയ്തു. ഞങ്ങൾക്കൊരു ലോണ്ടറി ഉണ്ട് കൊടുക്കാൻ, അയൺ ചെയ്യണം. ഞങ്ങൾ ഇട്ടോണ്ട് പോലെ ഉദ്ദേശിക്കുന്ന ഓഫീസ് ഇവിടെ ഞങ്ങളിപ്പോൾ ഈ ബീച്ച് സൈഡിൽ വന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് കുട്ട ആർട്ട് മാർക്കറ്റിലോട്ട് പോവാണ്. ഞാനിവിടെ ഒരു സർക്കിളിലേക്ക് കയറി. അവരോട് വെച്ച് സിം റീചാർജ്, അതായത് എനിക്ക് ഡേറ്റ റീചാർജ് ചെയ്യണമായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവർക്ക് അറിഞ്ഞുകൂടാ. എന്തല്ലേ, കൂതിനെ പോലെയല്ല കുട്ട കുറച്ചും കൂടെ എനിക്ക് തോന്നിയതാണെന്ന് തോന്നിക്കുന്നു. ആൾക്കാർ കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് ഇവിടെ, സ്കാമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം ഇവിടെ വരുമ്പോഴത്തേക്കും. എനിവേ ഞങ്ങൾ ടാക്സി പറഞ്ഞു, ഞങ്ങൾ ടാക്സിക്ക് വെയിറ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിലത്തെ എയർടെല്ലൊക്കെ ഈ ഡേറ്റ പ്ലാനുകൾ കാണത്തില്ലേ, അതുപോലത്തെ പ്ലാനാണ് ഞാൻ ചോദിച്ചു അവനോട്. അപ്പൊ അവന് അറിയത്തില്ല Bali food that we can find here. No Bali best here. No. Indian food. Good. How about this one, the Supermarket. No, the pig shop, the pit. Pit. Good or no. Supermarket. Okay. No. We will go to our location only. Okay. I was asking you where we can find great food. Oh, great food. Yeah, good food where we can find. Go food. Okay. We go to this location only. Sky Garden. Yeah. Oh. Party place. Club. അണ്ണന് നല്ല അടിച്ചിട്ടിരിക്കുക, എന്തോ കിളിപോയ സാധനം അടിച്ചിട്ടിരിക്കുന്നത്. പൊട്ടനെ പോലെ എന്ന് ചിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതിയായിരുന്നു. ഇനി എത്താനൊരു കുറച്ച് ദൂരങ്ങളുള്ളൂ. താങ്ക് യു സോ മച്ച് ബേട്ട. ജീവനം കൊണ്ട് ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവൻ എന്തോ നല്ല രീതിയിൽ അടിച്ചിട്ടിരിക്കുക ആശാന് അല്ലേ. അവന് ചുമ്മാ പൊട്ടന്മാരെ പോലെ ഇരുന്ന് ചിരിച്ചു. നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് വേറെ എന്തൊക്കെ ആൻസറാണ് മൂപ്പര് പറയുന്നത്. എനിവേ പെയിൻറ്റിങ് ഫസ്റ്റ് ഫ്ലോറിൽ ഇതൊക്കെ, സെക്കൻഡ് ഫ്ലോർ ക്ലോത്ത് ബാഗ് ഹാൻഡ് ക്രാഫ്റ്റ് പെയിൻറ്റിങ്, തേർഡ് ഫ്ലോറ് അവിടെ മൊത്തം സ്ട്രീറ്റിൻ്റെ കടകളാണ്. Which one do you want? What size? ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു. അങ്ങനെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ചെറിയൊരു കടയിൽ കയറി. സാധാ ഒരു കട. നല്ല ക്ഷീണമാണ് നടന്നേ. ഞങ്ങൾ കുറേ നടന്ന് ഒരു കുട്ട ആർട്ട് മാർക്കറ്റിൻ്റെ അടുത്തൊരു സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. സ്ട്രീറ്റിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ലിങ്കിലിടാം. ഞാനത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടും ചീപ്പായിട്ട് നിങ്ങൾക്ക് സുവീനിയേഴ്സുകൾ മേടിക്കാൻ പറ്റും. പിന്നെ നടന്ന് മടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെക്കാട്ടിൽ ആക്ച്വലി ചീപ്പാണ് ഇവിടെ. ഫുഡുകളും ഡ്രിങ്ക്സുകളും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ ചീപ്പാണ്. ബട്ട് തിങ് ഈസ് ദാറ്റ് യു നീഡ് ടു ഷോപ്പ് ഇറ്റ് വെരി വൈസ്ലി. നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യണം ഇവരോട്. കാരണം ബാർഗെയിനിങ് ഇവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ അങ്ങോട്ട് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്തിട്ട് കാര്യങ്ങൾ മേടിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം
സുവനീഴ്സ് എല്ലാം കൂടെ ഞങ്ങൾക്ക് ഒരു 180 റിയാലിന് അടിയായത്. നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ചു. സോ ബാർഗൈനിങ് ആണ് നമ്പർ 1 കാര്യം വേണ്ടത്. ബാർഗൈനിങ് അറിയത്തില്ല ഇനി ചെയ്യുന്നത്. ഈ സുവനീഴ്സും ഡ്രസ്സും കാര്യങ്ങളും മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ചീപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീപ്പല്ല, കുറച്ച് സ്റ്റാൻഡേർഡുള്ള സാധനങ്ങൾ കിട്ടുന്നത്. സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടാണ് റിയലൈസ് ചെയ്യുന്നത് ഞങ്ങൾ ക്യാഷ് മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇവിടെ തന്നെയുള്ള ഒരു എക്സ്ചേഞ്ച് വന്നിട്ട് പൈസ മാറി. ദൈവത്തിൻ്റെ കൃപയാൽ കിട്ടി. ഞാൻ ആദ്യം കയറിയൊരു കടയിൽ അവർക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞു ഇനഫ്. അങ്ങനെ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് വന്ന് മാറ്റിയപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്ന് 10 മിനിറ്റ് നടന്നു. ശാലിനെയും കുഞ്ഞിനെയും അവിടെ നിർത്തിയിട്ട് ഞാൻ വന്നു. ഞാനൊരു ഗ്രാബ് ബൈക്ക് ബുക്ക് ചെയ്തു. അപ്പോൾ ബൈക്കിന് വേണ്ടി നോക്കിയിരിക്കുകയാണ് ഇവിടെ. അടിപൊളി ഇൻറ്റീരിയർ. ഒരു ഡക്കാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഞങ്ങൾ ഡക്ക് കുട്ടിയെ ലാസ്റ്റ് ഡിന്നർ കഴിക്കാൻ പോകണം. സോ ഞങ്ങളോട്ട് ഇറങ്ങുവാണ്. See you. കഴിച്ചു കുറേ സ്റ്റേക്കും കുറേ ചിക്കൻ ബാർബിക്യൂ, കുറേ ഡക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിച്ചു. അവസാനിപ്പിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേഡായി. അത് വൈകുന്നേരം 6 മണിയിലോട്ട് മാറ്റി. ബട്ട് ഞങ്ങളിപ്പോൾ വിചാരിക്കുന്ന 2 ദിവസം ഡിലേ ചെയ്ത് ഞങ്ങൾ പോകുന്നുള്ളൂ. കാരണം ഇപ്പം റീജിയണൽ സിറ്റുവേഷൻസൊക്കെ മാറി തുടങ്ങി. ഇപ്പം ഇറാന് ഖത്തറിലുള്ള US ബേസിൽ ഇതുപോലെ മിസൈൽ അയച്ചു എന്ന് കേൾക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ട്രാവലിംഗ് ഇപ്പം ഒന്ന് ഡിലേ ആണെന്ന് വിചാരിച്ചു. സിറ്റുവേഷനൊക്കെ ഒന്ന് നോർമലായിട്ട് പോയാൽ മതി എന്നാണ് ചിന്തിക്കുന്നത്. 2 ദിവസം ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് തുണി അലക്കാൻ വേണ്ടി കൊടുക്കാൻ പോവുക. കാരണം ഇനിയിപ്പം സിറ്റുവേഷൻ ഇപ്പം നോർമലായി. ഖത്തറിൽ എയർ സ്പേസൊക്കെ പിന്നീടും വീണ്ടും റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. എട്ട് മണിയാകുമ്പോൾ തുറക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. സർഫേസാണ് പുറകെ ഉള്ളത്. സർഫിങ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ലോണ്ട്രി കൊടുത്തു. 2,10,000 ഏകദേശം 7 kg. പെർ kgക്ക് 35,000 ആണ്. അതവരവിടെ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ ഞാൻ 3 മണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 40 ആവും. അപ്പോൾ അത് ഏകദേശം 3 ലക്ഷത്തിന് മേളിൽ പോകും. അപ്പോൾ ഇപ്പോൾ ഈ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അധികം പൈസ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നില്ല. ഞങ്ങളുടെ ഈ റൂമിനോട് ഞങ്ങൾ ഇവിടെ പറയുകയാണ്. നമ്മൾ അടുത്ത ഹോട്ടലിലോട്ട് പോവാണ്. ക്രിസ്റ്റല്ല കുട്ട, ബാലി തന്നെയാണത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം.
എയർപോർട്ടിൽ സ്ഥിതി ചെയ്യുന്നത് ഒരു ഹൈവേയുടെ അടുത്താണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എയർപോർട്ടിൽ പോകാൻ വേണ്ടി ഇവിടുന്ന് അടുത്താണെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ് ഉള്ളൂ എന്നാണ് പറയുന്നത്. ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരിടം. സോ അതുകൂടെ തപ്പിയെടുക്കണം എനിക്ക്. നിർമ്മല ഫ്രഷ്. ഇവിടെ ഇപ്പം ഞാനൊരു എക്സ്ചേഞ്ച് കണ്ടായിരുന്നു. ഞാൻ തൊട്ടപ്പുറത്തൊരു മെക്ഡി ഉണ്ട്. പക്ഷെ പ്രശ്നം വെച്ചാൽ ഈ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി പാടാണ്. അപ്പോൾ മണി മാറിയിട്ട് വരാം. പൈസയൊക്കെ മാറ്റി അവിടെ കടയാണ്. നല്ല ട്രാഫിക്കുള്ള റോഡാണ്. അതുകൊണ്ടാണ് ഈ ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇതാണ്. കുട്ടയിൽ ഞങ്ങൾ അനുഭവിച്ചതാണ്. ഇവിടെ ഈ ബൈക്ക് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാറൊക്കെ നിർത്തി തരും. പക്ഷെ ബൈക്കുള്ളവന്മാർ നമ്മുടെ നാട്ടിലത്തെ അതേപോലെ തന്നെയാണ് ചീറിപ്പാഞ്ഞാണ് വരുന്നത്. പക്ഷേ എനിക്ക് നാട്ടിലത്തെക്കാട്ടും കുറച്ചും കൂടെ കഷ്ടമാണ് ഇവിടുത്തെ അവസ്ഥ. പൈസയൊക്കെ മാറ്റി താഴെ റെസ്റ്റോറൻറ്റ് നോക്കി ചിലതൊന്നും ഇനി നമുക്കിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് അലോഷ്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ചിലതിൽ പോകാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ താഴത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പിസയോ അങ്ങനെ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറ്റണം. ഇവിടെ തന്നെ നമുക്ക് കാണാം. അവിടെ സൂപ്പർ മാർക്കറ്റ് അതിന് ചേർന്ന് തന്നെ ഒരു ലോക്കൽ കുസിനുള്ള ഒരു ഷോപ്പുണ്ട് ഇവിടെ. എനിവേ ലെറ്റ്സ് സീ. രാവിലെ നല്ല മഴയാണ്. ഏതായാലും ഞങ്ങളുടെ 2 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് മഴയൊക്കെ എൻജോയ് ചെയ്ത് പയ്യെ പോകുന്നുള്ളൂ. നാളെ ഞങ്ങളുടെ ഫ്ലൈറ്റ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇവിടെ. അത് കഴിക്കാണ്ട് ഞങ്ങളോട്ട് പോവാം. ഞങ്ങളൊരു ഇവിടുത്തെ ഒരു മാളുണ്ട്, അങ്ങോട്ടേക്ക് പോവാം. 15. ഞങ്ങളെ ടാക്സി ഡ്രൈവർ ഇറക്കി വിട്ടത് ഒരു പാർക്കിങ്ങിലാണ്. ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ എൻട്രൻസ് അല്ല ഇവിടുത്തെ ഇത് ഇങ്ങനെ വായിച്ച് ഈ രീതി ഇവിടെ വരുന്ന വഴിക്ക് കുറേ ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ കുറേ കടകൾ കണ്ടായിരുന്നു. അവിടെ സെയിൽന്ന് കാണിക്കുന്നുണ്ട്. എല്ലാം സെയിം തന്നെ. നമ്മുടെ ഇവിടെ ഉള്ള അതേ ഖത്തറിലുള്ള അതേ കടകളൊക്കെ തന്നെ ഇവിടെ ഉള്ളു. ഫുഡ് ലോക്കർ, പ്ലാനറ്റ് സ്പോർട്സ് .asia ഇതില്ല. H&M. ചാറ പറഞ്ഞ ക്യാമറ അടിക്കുക, പക്ഷെ ആരും നോട്ടീസ് ചെയ്യുന്നില്ല. നല്ല മഴയുണ്ട്. മഴയത്ത് ഞങ്ങളുടെ നല്ലൊരു ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവുക. നാളെ രാവിലെ ഞങ്ങൾ തിരിച്ച് ദോഹയിലേക്ക് പോകും. കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഫ്ലൈറ്റ് ഡിലേ ഒന്നും ആയില്ലെങ്കിൽ അവിടെ എത്തും. പക്ഷേ ഇനിയിപ്പോൾ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് ഹോപ്പ്. അങ്ങനെ ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റേ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ട്. 9:55 ടേക്ക് ഓഫ്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ പോവാണ്. ഇപ്പം സമയം വന്നിട്ട് 6:02. എല്ലാം റെഡിയായി. ചെക്കൗട്ടൊക്കെ ചെയ്തു, ബില്ലെല്ലാം ക്ലിയർ ചെയ്തു.
ഞങ്ങൾ തിരിച്ച് ദോഹയിലേക്ക് പോകണം. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഗേറ്റ് ഇവിടെ വന്നിരിക്കുകയാണ്. ഗേറ്റ് നമ്പർ 2 ആണത്. ആൻഡ് നല്ല മഴയുണ്ട് പുറത്ത്. ഞങ്ങൾ ഫ്ലൈറ്റ് കയറി. ഇനിയും വിങ്ങിൻ്റെ ഏകദേശം സെൻട്രലായിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ലെറ്റ്സ് ഗോ ഫോർ എ ഗുഡ് ഫ്ലൈറ്റ്. സീ ബാക്ക് ഇൻ ദോഹ. 9.5 മണിക്കൂർ ഫ്ലൈറ്റിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഖത്തറിൻ്റെ മണ്ണിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അല്ലാത്തൊരു 10 ദിവസം ട്രിപ്പായി പോയത്. കുറേ അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റുകളൊക്കെ സംഭവിച്ചു. എനിവേ ദൈവം എല്ലാത്തിനും ഞങ്ങളെ കാത്തു. കടയിലൊക്കെ പോയി തിരിച്ചു വന്നു. ഇവിടെ ഫുള്ള് ക്ലട്ടഡായി കിടക്കുകയാണ്. എല്ലാം ഇനി വൃത്തിയാക്കി എടുക്കണം ഓരോന്നോരോന്നായിട്ട്. ആൻഡ് എഡിറ്റ് ചെയ്യാനുണ്ട്. ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ഒന്നേന്ന് പറഞ്ഞാൽ എല്ലാം ഇനി സ്റ്റാർട്ട് ചെയ്യണം. എഡിറ്റ് ചെയ്ത് കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അവിടുത്തെ വൈഫൈൻ്റെ പ്രശ്നങ്ങൾ കാരണത്താൽ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെല്ലാം ഇനി ചെയ്യണം.